പേഴ്സണലി കാർത്തിക് സുബ്രാജിൻ്റെ മുന്നത്തെ പടം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സനേര സൈഡിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോർസൊക്കെ അടിപൊളിയായിരുന്നു. സന്തോഷ് നാരായണൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എവിടെയൊക്കെ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓവറോൾ പടം സ്റ്റോറി വൈസ് നല്ല ഗ്രിപ്പിംഗ് ആണ്. പക്ഷേ എവിടെ ഒരു കാർത്തിക് സുബ്രാജിൻ്റെ ഒരു എഫക്റ്റ് ഫീൽ ചെയ്തില്ലായിരുന്നു. ജയറാമും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തില്ല. എനിഹൗ പടം കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബേസിക്കലി ഓവറോൾ നല്ല മൂവിയാണ്. എല്ലാം കാണാറില്ലെങ്കിലും എനിക്കത് ഇഷ്ടമാണ്. ഡയറക്ഷനൊക്കെ നന്നായിട്ടുണ്ട്. ഒത്തിരി ഫൈറ്റ് സീൻസൊക്കെ സിംഗിൾ ഷോട്ടിലൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. അത്യാവശ്യം ഫൈറ്റിംഗ് സീൻസൊക്കെ ഉണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇച്ചിരി ലാഗാണ്. പക്ഷേ ബെറ്റർ, കുഴപ്പമില്ല. മലയാളത്തിൽ നിന്ന് ആക്ച്വലി ഒത്തിരി പേര് ക്യാമിയോസ് ആയിട്ടല്ല, അല്ലാതെ തന്നെ ഒത്തിരി പേരുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള ഒത്തിരി പേരുണ്ട്. സോ ജോജു ജോർജ് ആക്ച്വലി നല്ലൊരു നിതീഷാണെങ്കിലും ബേസിക്കലി നല്ലൊരു ഇതുണ്ട്. അതുപോലെ ഒത്തിരി പേരുണ്ട്. ഞാൻ അവരുടെ പേര് പറയുന്നില്ല. സോ ഒത്തിരി പേരുണ്ട്. നമുക്ക് സർപ്രൈസിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ ആണ്. അതാ വിജയ് ഇപ്പം മൂവി നിർത്തിയത് കൊണ്ട് എനിക്ക് തോന്നുന്നു ആ റോള് സൂര്യ എടുത്ത് ചെയ്യുന്നുണ്ടായിരിക്കും. ഐ എം റിയലി സോറി ടു സേ. പക്ഷേ ഒട്ടും, ബിക്കോസ് സൂര്യ എന്ന് പറയുന്ന ഒരു വേഴ്സറ്റൈൽ ആക്ടറിൻ്റെ അടുത്തുനിന്ന് അറ്റ്ലീസ്റ്റ് യു വുഡ് ഹാവ് ചോസൺ സംതിങ് എൽസ് ബെറ്റർ. ഇത് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു. കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്ന ഒരു സംവിധായകനും സൂര്യയും കൂടെ ചേരുമ്പോൾ ഒരു മാജിക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു ഒരു ഓഡിയൻസ് എന്ന രീതിയിൽ. ഇല്ല, കാർത്തിക് സുബ്രാജിൻ്റെ മൂവി എനിക്കറിയില്ല എത്രത്തോളം ആൾക്കാർക്ക്. ഇപ്പം ജഗമേ തന്ത്രം അത് ഇൻ പേഴ്സൺ എനിക്കിഷ്ടമായില്ല. എനിക്ക് ഇഷ്ടമായത് പുള്ളിയുടെ പേട്ട. അത് മൈറ്റ് ബി രജനീകാന്ത് ഉള്ളത് കൊണ്ടായിരിക്കും. എനിക്ക് പുള്ളിയുടെ മൂവീസ് അങ്ങനെ അധികം ഞാനത് കണ്ടില്ല. അപ്പം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല പുള്ളിയുടെ മൂവീസ്. പക്ഷേ ഇത് സൂര്യ ഉള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ സൂര്യയ്ക്ക് വേണ്ടിയിട്ടാണ് കാണാൻ വന്നത്. ഫസ്റ്റ് ഷോ തന്നെ കാണാൻ വന്നത്. പക്ഷേ നോട്ട് അറ്റ് ഓൾ വർത്ത് ഫോർ ദ എഫേർട്ട് ആൻഡ് മണി സ്പെൻഡ്. ആ ടൈമിനൊന്നും ഒട്ടും വർത്തായിട്ട് തോന്നിയില്ല. വീണ്ടും നാടിനെ എത്ര കാലം ഇവർ നാടിനെ രക്ഷിച്ചുകൊണ്ടിരിക്കും. അല്ല, എനിക്ക് ഇതൊരു ഇങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഓഡിയൻസിലും ഒരു ഫിലിം ഓക്കെ എങ്ങനെയാണ് ക്രിട്ടിക്സ് അവർക്ക് മനസ്സിലാവുന്നുണ്ട്, പണ്ടത്തെ പോലെയല്ല. സോ അറ്റ്ലീസ്റ്റ് ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് പീപ്പിൾ ആർ എക്സ്പെക്ടിങ്. ഓഡിയൻസ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബിക്കോസ് ഈ മാസ് മസാലയൊക്കെ അതിൻ്റെ കാലം കഴിഞ്ഞു. ഒരു നല്ലൊരു സ്റ്റോറി, അതിപ്പോൾ ഒരു ഫ്രഷ് ഡയറക്ടറാണ്, ഫ്രഷ് ഫേസ് ആണെങ്കിലും പീപ്പിൾ വിൽ മേക്ക് ഷുവർ ഇഫ് ഇറ്റ് ഇസ് എ ഗുഡ് സ്ക്രിപ്റ്റ് they will enjoy it and definitely ആ മൂവി അത് നമ്മുടെ മലയാളം മൂവീസിൽ തന്നെ ബെസ്റ്റ് എക്സാമ്പിൾസ് ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ പടങ്ങളിലുണ്ട്. സോ ഇറ്റ് ഈസ് എ വെരി ഡിസപ്പോയിൻറ്റിങ്. ജയറാമിന് ടു ബി ഫ്രാങ്ക് ഇത് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. ജയറാമിന് കിട്ടിയ ട്രോള് വെച്ചിട്ട് പുള്ളിക്കാരൻ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ജോജുവിനെ എനിക്ക് തോന്നിയത് നമ്മുടെ തനോസിൻ്റെ കയ്യിലത്തെ മറ്റേ സ്റ്റോൺസ് വെച്ചിട്ട് പുള്ളി അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു. എനിക്ക് ആ ഒരു ഫീലാണ് ഇൻ പേഴ്സൺ തോന്നിയത്. പക്ഷെ ഓവറോൾ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. ഇത്രയും വേണ്ടായിരുന്നു സൂര്യക്ക്. ആ ഒരു പാട്ട് കൊള്ളായിരുന്നു. നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്നില്ലേ, ആ ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പ് കൊണ്ടാണോ, ദാറ്റ് വാസ് ഗുഡ്. പിന്നെ ഒരു പോസിറ്റീവ് പറയാം കേട്ടോ, ഇതിൽ ഒരു വൺ ഷോട്ട് ഉണ്ട്. അതൊരു ലെങ്തി ഒരു ഷോട്ട് ഉണ്ട്, ഒരു വെഡ്ഡിങ്ങിൻ്റെ. അത് അവർ എടുത്തേക്കുന്നത് നമുക്ക് ഭയങ്കര ഇമ്പ്രസീവ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് 2 or 3 minutes, ഒരു 5 to 10 minutes ആ ഒരു സിംഗിൾ ഷോട്ടിൽ പോകുന്നുണ്ട്. അത് ഭയങ്കര ഇമ്പ്രസീവായിരുന്നു. വേറൊന്നും എനിക്ക് തോന്നിയില്ല. ബിക്കോസ് എനിക്ക് അധികം ഇതിനെപ്പറ്റി നോളജ് ഇല്ല. പക്ഷേ ഇൻ പേഴ്സൺ ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. കങ്കുവയ്ക്കും പുള്ളി എഫേർട്ട് എടുത്തു. പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യൻ സിനിമ കാണാൻ പോകുന്ന ഒരു സംഭവമായിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ എന്തായി, ഐ എം റിയലി സോറി.